പ്രണയം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ അത് ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു ഗ്രാമവാസിയായ കൃഷ്ണകുമാർ പാണ്ഡോ എന്ന യുവാവിന്റെ മരണം പ്രണയബന്ധങ്ങളിലെ സമ്മർദ്ദങ്ങളെയും അന്ധമായ വിശ്വാസങ്ങളെ തെളിയിക്കാനുള്ള വെല്ലുവിളികളെയും കുടുംബങ്ങളുടെ അപകടകരമായ ഇടപെടലുകളെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നു. കാമുകിയോടുള്ള തന്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ വീട്ടുകാർ നൽകിയ വിഷം കഴിച്ചാണ് ഈ യുവാവ് ജീവൻ വെടിഞ്ഞത്. ഈ ഒറ്റപ്പെട്ട സംഭവം വ്യക്തിയുടെ സ്വയം നിർണയ അവകാശത്തെയും നിയമത്തിന്റെ പ്രാധാന്യത്തെയും സാമൂഹിക ധാർമ്മികതയും കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനത്തിന് നമ്മെ നിർബന്ധിതരാക്കുന്നു. കൃഷ്ണകുമാറും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം ഒരു സാധാരണ ബന്ധമായിരുന്നു. എന്നാൽ ഈ ബന്ധം കുടുംബത്തിന്റെ ശ്രദ്ധയിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. പ്രണയം തുറന്നു പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് തെളിയിക്കേണ്ടത് വ്യക്തിയുടെ ബാധ്യതയാകുന്ന ഒരു വിചിത്രമായ സാമൂഹിക സാഹചര്യം ഇവിടെ ഉടലെടുത്തു. പെൺകുട്ടിയുടെ വീട്ടുകാർ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു അനുരഞ്ജനത്തിനോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് തീർക്കാനോ ആയിരുന്നില്ല, മറിച്ചൊരു വിശ്വസ്തത പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു. യഥാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ വിഷം കഴിച്ച് തെളിയിക്കാൻ ആവശ്യപ്പെടുന്നതിലെ ക്രൂരതയും യുക്തിരാഹിത്യവും തെളിയിക്കുന്നതാണ്. ഇത് പ്രണയബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ നമ്മുടെ സമൂഹത്തിന്റെ അശാസ്ത്രീയമായ സമീപനത്തെ തുറന്നു കാട്ടുന്നു. പ്രണയം തെളിയിക്കേണ്ടത് ജീവൻ ബലിയർപ്പിച്ചല്ല, മറിച്ച് പരസ്പര ബഹുമാനം, വിശ്വസ്തത, പിന്തുണ എന്നിവയിലൂടെയാണ്. ഒരു വ്യക്തിയുടെ ജീവനോളം വലുതല്ല ഒരു ബന്ധവും. എന്നിട്ടും പ്രണയത്തിന്റെ ആത്മാർത്ഥതയുടെ അളവുകോലായി മരണം പോലുള്ള ഒരു അങ്ങേയറ്റത്തെ നടപടി നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിൽ അത് എത്രത്തോളം വൈകാരികമായ സമ്മർദ്ദമാണ് യുവാവിന് മേൽ ചെലുത്തിയിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി വിഷം കഴിക്കാൻ കൃഷ്ണകുമാർ തീരുമാനിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടിയോടുള്ള അഗാധമായ പ്രണയം മാത്രമല്ല, ഒരുപക്ഷെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന അപമാനവും ആ ബന്ധം നിലനിർത്താനുള്ള അതിയായ ആഗ്രഹവുമാകാം. പ്രണയത്തിന്റെ പേരിൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ഒരു വൈകാരിക അവസ്ഥയാണ് വീട്ടുകാർ ദുരുപയോഗം ചെയ്തത്. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വിഷയം പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പങ്കാണ്. ഇവിടെ പ്രണയത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നതിലുപരി നിയമത്തെയും മനുഷ്യത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തിയ അതിക്രമമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരാളെ വിഷം കഴിക്കാൻ നിർബന്ധിക്കുന്നത് ആത്മഹത്യാ പ്രേരണ എന്നതിലുപരി കൊലപാതക ശ്രമം എന്ന നിലയിലേക്ക് വരെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. പ്രണയബന്ധങ്ങളെ എതിർക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾ പലപ്പോഴും വൈകാരികമായ ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണിപ്പെടുത്തൽ, ശാരീരിക ആക്രമണം തുടങ്ങിയ വഴികൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ എടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കലായിരുന്നു. യുവാവ് വിഷം കഴിച്ച ശേഷം കാര്യങ്ങൾ അധികൃതരെ അറിയിക്കാനോ പ്രാഥമിക ശുശ്രൂഷ നൽകാനോ അവർ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ നിന്ന് തന്നെ യുവാവ് മരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു എന്ന സംശയം ബലപ്പെടുന്നു. കുടുംബത്തിന്റെ അധികാരം ഉപയോഗിച്ച് വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുകയും അതിലൂടെ ദുരന്തങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുമുണ്ട്. ഇത് ഓണർ കില്ലിംഗ് എന്നതിന്റെ മറ്റൊരു രൂപമായി പോലും കണക്കാക്കാവുന്നതാണ്. കുടുംബത്തിന്റെ മാന്യതയുടെ പേരിൽ ഒരു വ്യക്തിയുടെ പ്രണയം നിഷേധിക്കുകയും ആ നിഷേധം ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അത് കേവലം ഒരു വ്യക്തിപരമായ ദുരന്തമായി ചുരുങ്ങുന്നില്ല, മറിച്ച് സാമൂഹിക നീതിയുടെയും നിയമവാഴ്ചയുടെയും പരാജയമാണിത് സൂചിപ്പിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകത്തിന് തുല്യമായ കുറ്റകൃത്യമാണ്. യുവാവിന്റെ വീട്ടുകാർ പോലീസിന് നൽകിയ പരാതി ഈ കേസിൽ നീതി ഉറപ്പാക്കാൻ നിർണായകമാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റമാണ് പ്രാഥമികമായി ചുമത്താൻ സാധ്യത. എന്നിരുന്നാലും അവർ നേരിട്ട് വിഷം നൽകുകയോ കഴിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ അത് കൊലപാതക ശ്രമമായി അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി പോലും പരിഗണിക്കപ്പെടാവുന്നതാണ്. പോലീസ് അന്വേഷണം ഈ കേസിൽ വളരെ നിർണായകമാണ്. വിഷം എങ്ങനെ ലഭിച്ചു, ആര് നൽകി, യുവാവിനെ നിർബന്ധിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയായിരുന്നു, മറ്റ് സാക്ഷികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നീതി പൂർണ്ണമായി നടപ്പിലാക്കിയാൽ മാത്രമേ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം പ്രണയത്തിന്റെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ദാരുണ സംഭവം നമ്മുടെ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട നിരവധി പാഠങ്ങളും ഉൾക്കൊള്ളുന്നു. പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ എതിർപ്പുകൾ, വ്യക്തികളിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ യുവാക്കൾക്ക് കൗൺസിലിംഗും വൈകാരിക പിന്തുണയ്ക്കുമുള്ള സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ സ്നേഹത്തെ ജീവൻ കൊണ്ടോ മറ്റേതെങ്കിലും കഠിനമായ ത്യാഗം കൊണ്ടോ അളക്കാൻ ശ്രമിക്കുന്ന പ്രവണതയും അപകടകരമാണ്. പ്രണയത്തിന്റെ അടിസ്ഥാനം വിശ്വസ്തതയും പരസ്പര ധാരണയുമാണ്, പരീക്ഷണങ്ങളല്ല. പ്രണയത്തിന്റെ പേരിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുമ്പോൾ നിയമസഹായം തേടുന്നതിന്റെ പ്രാധാന്യം യുവാക്കൾ മനസ്സിലാക്കണം. സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നതിന് പകരം നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം നേടണം. മക്കളുടെ പ്രണയം അംഗീകരിക്കാനോ മാന്യമായി നിരസിക്കാനോ കഴിയാതെ നിയമം കയ്യിലെടുക്കുന്ന രീതി കുടുംബങ്ങൾ ഉപേക്ഷിക്കണം. ജീവിക്കാനുള്ള മൗലിക അവകാശം ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. കൃഷ്ണകുമാറിന്റെ മരണം പ്രണയം ഒരു ജീവന് നൽകേണ്ടി വന്ന ഏറ്റവും വലിയ വിലയാണ്. ഒരു നിമിഷത്തെ വൈകാരികമായ സമ്മർദ്ദത്തിൽ ഒരു യുവാവിന് തന്റെ ജീവിതം തന്നെ നഷ്ടമായി. ഈ സംഭവം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും സാമൂഹിക ഘടനയ്ക്കും ഒരു മുന്നറിയിപ്പാണ്.
നിയമം അതിന്റെ വഴിക്ക് പോവുകയും കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പ്രണയത്തിന്റെ പേരിൽ ആരെയും പീഡിപ്പിക്കാനോ അപായപ്പെടുത്താനോ കഴിയില്ലെന്ന ശക്തമായ സന്ദേശം നൽകാൻ സമൂഹത്തിന് ബാധ്യതയുണ്ട്. പ്രണയം ദുരന്തങ്ങൾക്ക് വഴിവെക്കാതിരിക്കാൻ വൈകാരികമായ പക്വതയും നിയമപരമായ അവബോധവും മനുഷ്യത്വപരമായ സമീപനവും സമൂഹം ആർജിക്കേണ്ടതുണ്ട്. ഈ ദുരന്തം അവസാനത്തേതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.